പ്രണയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. സ്നേഹം അത് അനിവാര്യമാണ്. സ്നേഹമാണോ പ്രണയം? ഞാൻ ഒരു ചെറിയ സംഭവം നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താം. ഒരു ഒരു സഹോദരി, അവര് അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളവരാണ്. അവരുടെ ഒരു പ്രണയ കേസാണ് പ്രശ്നം. എന്താണ്, അവർക്ക് പഠനകാലത്ത് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു, ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. ആ പ്രണയബന്ധം വളർന്ന് വലുതായി വലിയ തലങ്ങളിലേക്കൊക്കെ എത്തി. നല്ല പദബോധമുള്ള, അല്ലെങ്കിൽ നല്ല അച്ചടക്കവും നല്ല സ്വഭാവവും ഒക്കെ ഉള്ള നല്ലൊരു സഹോദരി. ഈ പ്രണയബന്ധം മുതിർന്ന് വലുതായി ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഇത് ഒരു നിലക്കും ഈ സഹോദരിയുടെ മാതാപിതാക്കൾക്കോ കുടുംബത്തിനോ ഒത്തുപോകാൻ കഴിയാത്ത, അവരുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ആ സഹോദരന്റെ മറുപുറത്തുള്ള സഹോദരന്റെ ഫാമിലിയിൽ ഉള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒരു നിലക്കും ഇവർക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ല. ചില മൂല്യച്യുതികൾ ഇവരുടെ ഭാഷയിൽ. സ്വാഭാവികമാണല്ലോ, എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ സഹോദരിയുടെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ സഹോദരങ്ങളൊക്കെ നല്ല സൗഹൃദമുള്ള, നല്ല ഇണങ്ങി ജീവിക്കുന്ന നല്ലൊരു പശ്ചാത്തലം. പക്ഷെ ഇവരോട് ഒരു നിലക്കും യോജിക്കാൻ പറ്റാത്തതായതുകൊണ്ട് മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളോ ആരും പിന്തുണക്കുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അവര് ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഈ സഹോദരൻ കരുതി എന്നാ വേണ്ട. കാരണം അവർ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, മാതാപിതാക്കളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിലേക്ക് തുനിയുകയുള്ളൂ എന്ന് പരസ്പരം ധാരണയാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധം അവർ ബ്രേക്കാണെന്ന് കരുതി മറ്റൊരു വിവാഹ ബന്ധത്തിന് വേണ്ടി, അറേഞ്ച്ഡ് മാരേജ് എന്ന നിലയിൽ തന്നെ മറ്റൊരു ബന്ധത്തിന് വേണ്ടി അവർ തയ്യാറായി. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ബന്ധം മുന്നോട്ട് പോകില്ല എന്നായി. ബന്ധം മുന്നോട്ട് പോകില്ല എന്നായി എന്ന് മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ അതിന് കാരണമായിരിക്കുന്നത് ഇവരുടെ ചില ശാരീരികാവസ്ഥകൾ. അത് ശാരീരികാവസ്ഥകൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയും നല്ല ആരോഗ്യ സ്ഥിതിയൊക്കെ ഉള്ള സഹോദരിയാണ്. പക്ഷേ മറുവശത്ത് പുതിയ എൻഗേജ്മെന്റ് നടന്ന ആള് തമാശക്കായിരിക്കാം, അല്ലെങ്കിൽ കാര്യത്തിൽ തന്നെയാകാം. അവരെപ്പോഴും ഈ അവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞു, അതത്ര ഉഷാറില്ല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അത് ഇവൾക്ക് വീണ്ടും ഈ സഹോദരിക്ക് പ്രശ്നമായി. അവർ പെട്ടെന്ന് തന്നെ പഴയ ആ പ്രണയബന്ധം ഉള്ള ആളെ പൂർവശക്തിയിൽ ബന്ധം സ്ഥാപിച്ചു. അവസാനം എന്ത് നടന്നു? ആ നേരത്തെ പ്രണയിച്ച ആള്, അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയൊക്കെ അറിയിക്കുന്നു. നേരത്തെ ബന്ധുക്കളൊക്കെ അവർ അറിയും. അവർ പെട്ടെന്ന് തന്നെ നിർബന്ധപൂർവ്വം, അതായത് ഒരുപക്ഷെ ഈ കുട്ടി ഒരു കുടുങ്ങി നിൽക്കുകയാണ്, സ്വന്തം മാതാപിതാക്കൾ പോലും ഈ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് ഉള്ളത് എന്ന രീതിയിൽ ഈ കുട്ടിയെ രക്ഷിക്കണം അല്ലെങ്കിൽ സഹായിക്കണം എന്ന അർത്ഥത്തിലായിരിക്കാം എന്ത് ചെയ്യുന്നു, അവര് ആ ബന്ധം നിക്കാഹ് ചെയ്യുന്നു, നിക്കാഹിലേക്ക് എത്തിക്കുന്നു, നിർബന്ധപൂർവ്വം നിക്കാഹിലേക്ക് എത്തിക്കുന്നു. ഈ സഹോദരിയുടെ മാതാപിതാക്കൾ പറയുന്ന, ഒരു കാരണവശാലും അവൻ ഈ വീട്ടിൽ വരാൻ പാടില്ല, പിന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ബന്ധം കഴിയും. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രണയം എന്നതിനെ കുറിച്ചും സ്നേഹം എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണക്കുറവ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. അതായത്, നാം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അതൊരു അനിവാര്യതയാണ്. പക്ഷെ സ്നേഹത്തിന്റെ പേരിൽ നമുക്ക് തമ്മിൽ വിവാഹം നടക്കണമെന്ന് ചിന്തിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ അവിടെ ഏടാകുമ്പോഴാണ്. സ്നേഹത്തിന്റെ കൂടെ കാമവും കൂടെ ചേരുമ്പോഴാണ് വിവാഹം എന്നതിലേക്ക് വരുന്നത്. സ്നേഹത്തിന്റെ കൂടെ അത്തരം മറ്റൊരു സംഗതി, എനിക്കവരെ വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ ഞാനും അവരും തമ്മിൽ വിവാഹം നടക്കണം, ഇത്തരം ചിന്താഗതികൾ വരുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണം അവിടെ വരുന്നുണ്ട്. അത് കാമമാണ് ഒന്ന്. മറ്റു കാരണങ്ങൾ കൊണ്ടാകാം. സ്നേഹം കൊണ്ട് മാത്രം ഞങ്ങൾ ഒന്നിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. മറ്റൊന്ന്, സ്നേഹത്തെ
തിരിച്ചറിഞ്ഞ് അതിന്റെ ആ ഒരു സ്നേഹത്തിന്റെ പേരുള്ള വ്യവസ്ഥിതി കൂടി മനസ്സിലാക്കിയാൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. അതായത് സ്നേഹമുണ്ടായതിന്റെ പേരിൽ മാത്രം പരസ്പരം വിവാഹം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് ഒരു തെറ്റാണ്. അതിലും വലിയ ഒരു വിഷയം, ഈ പ്രണയത്തെക്കുറിച്ച് അതിന്റെ തുടക്കം മുതൽ തന്നെ തന്റെ മാതാപിതാക്കളോട് തന്റെ സഹോദരങ്ങളോട് മറച്ചു വെക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ മറച്ചു വെക്കേണ്ടി വരുന്നത് ഒരു അബദ്ധമാണ്. ഒരു വിഷയവും സ്വന്തം മാതാപിതാക്കൾക്കിടയിൽ, സ്വന്തം സഹോദരങ്ങൾക്കിടയിൽ മറച്ചു വെക്കേണ്ടി വരരുത്. ആ റിലേഷൻഷിപ്പ് അത് പൂർണ്ണമല്ല, അത് സുരക്ഷിതമല്ല. എന്ത് തന്നെ മിസ്റ്റേക്ക് ഉണ്ടായാലും സ്വന്തം ഫാമിലിയിൽ തുറന്ന് സംസാരിക്കാനും ഷെയർ ചെയ്യാനും പറ്റണം. അങ്ങനെ പറ്റുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഇനി അങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളൊരു രണ്ടുപേരും ഒന്നിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്ത് പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഒരു എന്തോന്ന് എഴുതേണ്ട ആവശ്യം വന്നപ്പോ ഞാൻ എന്റെ പേന കൊടുത്തു. അതുപോലെ എനിക്ക് വേറെന്തോ ഒരു അത്യാവശ്യം എന്തോ ഒരു സംഗതി ഉണ്ടായപ്പോ അയാളെ എനിക്ക് എടുത്തു തന്നു. അങ്ങനെ പരസ്പരം നമ്മളെ സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒന്നും പറയാതെ ഞാൻ എഴുന്നേറ്റ് പോകുന്നു, ഒരക്ഷരം ഉണ്ടാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ കൂടെ ഇരിക്കുന്ന ആൾക്കൊരു വേദന ഉണ്ടാവില്ലേ? എന്താ അദ്ദേഹം അങ്ങനെ ചെയ്തത്? നമ്മൾ ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് പോയത് എന്താ എന്ന് തോന്നൂലേ? ഇതിലേറെ ഒരു അനൗചിത്യം, നമ്മള് കുഞ്ഞുനാൾ മുതൽ ജനിച്ചു വളർന്ന് ഈ ഒരു മനുഷ്യൻ ഇത്രയാകാൻ വേണ്ടി പെട്ട സാഹസികതകൾക്കൊന്നും കയ്യും കണക്കും ഉണ്ടാകൂല. കുഞ്ഞുനാളിൽ ചികിത്സക്ക് വേണ്ടി, ഇവരെ പോറ്റി വളർത്താൻ വേണ്ടി, ഇവരെ പരിചരിക്കാൻ വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങൾ ചെയ്തവരാണ് തന്റെ കൂട്ടുകുടുംബം. ആ കൂട്ടുകുടുംബത്തിന്റെ അവർക്കും കൂടി ഇണങ്ങുന്ന രീതിയിൽ ബന്ധം ഇപ്പൊ അത് സാധ്യമാണല്ലോ. അത് സാധ്യമാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിന് വേണ്ടി തുനിയേണ്ടി വരുന്നത്? വിവാഹം എന്ന് പറയുന്നത് കേവലം ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയും മാത്രമാണോ? അല്ലല്ലോ. എന്തും വിവാഹത്തിനോടനുബന്ധിച്ചുണ്ടായിത്തീരുന്ന ഒരു വീട്ടുകൂടലോ ഒരു കല്യാണമോ അതല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിൽ, ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, കുഞ്ഞിനെ ഒന്ന് പരിചരിക്കണമെങ്കിൽ, അങ്ങനെ തുടങ്ങി ഏതേത് സംഗതികൾ ഫാമിലി ആവശ്യമാണ്, രണ്ട് ഫാമിലിയും ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയുള്ള ഒരു സ്ഥാപനം, അങ്ങനെയുള്ള ഒരു പദ്ധതി, ആ പദ്ധതിക്ക് ഒരു സ്വാർത്ഥമായി തന്റെ മനസ്സിൽ എപ്പോഴോ തോന്നിയ കാമമെന്ന് ഞാൻ തിരിച്ചറിയാത്ത ഒരു കാമം, ആ കാമത്തിന് മറ്റെന്തോ പേരുകൾ പറയുന്നു. അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഇട്ടേച്ചു പോക്ക്, ഒരു മുറിച്ചിടൽ, അതിന്റെ ദുരന്തം എത്ര വലുതാ! ആ മാതാപിതാക്കൾക്ക് എന്തൊക്കെ വിഷമം, അവർക്ക് എന്തൊക്കെ അസ്വസ്ഥത ഇങ്ങനെയൊക്കെ സമ്മാനിക്കുന്നത്. അതൊരു ഒരു ജനിതകമായി മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു മനുഷ്യന് സാധിക്കാൻ പാടുണ്ടോ? ക്രൂരതയല്ലേ? അപ്പോ എന്താണ് ഈ ക്രൂരതകളുടെ ശരിയായ പ്രശ്നം? പരസ്പരം നല്ല റിലേഷൻഷിപ്പോടുകൂടെ, അതായത് ഈ പറയപ്പെട്ടവർ ഉൾപ്പെടെ ആർക്കും അവർ പരസ്പരം നല്ല ബന്ധമുള്ളവരാ, സ്നേഹമുള്ളവരാ, എല്ലാം ചെയ്യുന്നവരാ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെക്കേണ്ടി വരുന്നത്? അത് മറച്ചു വെക്കേണ്ടി വരാത്ത വളരെ ട്രാൻസ്പെറന്റ് ആയ നല്ല ഒരു ബന്ധം അവിടെ ആവശ്യമുണ്ടായിരുന്നു. കുഞ്ഞുനാളിലെ ഏത് പ്രണയവും തുറന്നു പറയേണ്ടതായിരുന്നു. പ്രണയം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും പലരോടും തോന്നാവുന്നതാണ്. കാരണം ഇപ്പൊ പ്രണയം എന്ന് വിളിക്കപ്പെടുന്നത് കാമത്തെക്കുറിച്ചാണ്. ആ കാമം മറ്റൊരാളുടെ പാട്ട് കൊണ്ട് തോന്നാം, മുഖത്തിന്റെ ഭംഗി കണ്ടിട്ട് തോന്നാം, ചില പ്രത്യേക കഴിവുകൾ കണ്ടിട്ട് തോന്നാം, സംസാരത്തിന്റെ മികവ് കൊണ്ട് തോന്നാം, സൗന്ദര്യം കൊണ്ട് തോന്നാം, സമ്പത്ത് കൊണ്ട് തോന്നാം. പലത് കാരണം കൊണ്ടും ഈ വിഷയം കണക്റ്റഡ് ആകാം. പലതരം വിഷയങ്ങൾ കൊണ്ട് ഇത് കണക്റ്റഡ് ആകാം. ഏത് വിഷയം കൊണ്ട് കണക്റ്റഡ് ആയാലും കാമത്തെ കാമമായി തിരിച്ചറിയുക. കാമം ഒരു വലിയ തെറ്റൊന്നുമല്ല. ഒരു മനുഷ്യന് സ്വാഭാവികമായി വളർന്നു വരുന്ന സമയത്ത് ജനറ്റിക്കലായി ഒരു മനുഷ്യനിൽ ഉണ്ടാകാവുന്ന ഒരു പ്രത്യേകതയാണ് കാമം എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. പക്ഷെ സ്ഥലം മാറി ഉപയോഗിച്ചാൽ അത് നെഗറ്റീവാണ്. ആള് മാറി ഉപയോഗിച്ചാൽ അത് നെഗറ്റീവാണ്. സമയം മാറി ഉപയോഗിച്ചാൽ അത് നെഗറ്റീവാണ്. ഭക്ഷണമൊക്കെ പോലെ, ഭക്ഷണം നെഗറ്റീവ് അല്ലല്ലോ ഭക്ഷണം കഴിക്കുക എന്നത്. പക്ഷെ മറ്റൊരാളുടെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്
ഒരു നടുറോഡിൽ പോയിരുന്ന് ബിരിയാണി കഴിക്കുന്നത്, രാവിലെ എഴുന്നേറ്റ ഉടനെ ബിരിയാണി കഴിക്കുന്നത്, അങ്ങനെ തുടങ്ങി സമയവും സ്ഥലവും ഒക്കെ മാറുന്ന സമയത്ത് ഒരുപക്ഷെ അത് അനൗചിത്യമായി, അതൊരു മോശമായി കാണാം. ഇതുപോലെ തന്നെയുള്ളൂ കാമം. പക്ഷെ ആ കാമത്തെ കാമമാണെന്ന് തിരിച്ചറിയാൻ വൈകുന്നതാണ് ഏറെക്കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക, പരസ്പരം നോവിക്കാതിരിക്കുക, പരസ്പരം സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയാൽ നാം സ്നേഹിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അദ്ദേഹവും തമ്മിൽ തെറ്റുന്ന രീതിയിൽ നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കില്ല. പകരം അവരെ സഹായിക്കാൻ നമുക്ക് കഴിയും. ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ജീവിതത്തിൽ മറ്റൊരാളുമായി വിവാഹം ചെയ്യരുതെന്ന് ചിന്തിക്കുന്നത് അത് അർത്ഥമില്ലാത്തതാണ്. നന്മകൾ നടക്കട്ടെ, സ്നേഹങ്ങൾ വളർന്നു വരട്ടെ, സ്നേഹങ്ങളെ കുറിച്ചുള്ള നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. പ്രണയബന്ധങ്ങളുടെ പേരിൽ, കാമത്തിന്റെ പേരിൽ അനൗചിത്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഔചിത്യങ്ങളുടെ നല്ലൊരു ലോകത്ത് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.